ഞാൻ വരാം. ആർജെഡി നേതാവ് വർഗീസ് ജോർജ് ചേരുന്നുണ്ട്. ശ്രീ വർഗീസ്, ഇവിടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ OSS കമ്പനിക്ക് പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. ആർജെഡി നേരത്തെ പറഞ്ഞിരുന്നത് മുന്നണിയിൽ ഈ വിഷയം ചർച്ച ചെയ്യണം എന്നുള്ളതാണ്. ഇപ്പോൾ എന്തായാലും മുന്നണി യോഗം വരുന്നുണ്ട്. പക്ഷേ അതിനു മുമ്പ് റവന്യൂ വകുപ്പ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് കടന്നതിനെ താങ്കൾ എങ്ങനെ കാണുന്നു? റവന്യൂ വകുപ്പിന്റെ ശരിയായ തീരുമാനമല്ല. നെൽവയർ തണ്ണീർത്തട സംരക്ഷണ നിയമം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൊണ്ടുവന്നാണല്ലോ. ആ നിയമത്തിന്റെ സത്ത എന്ന് പറയുന്നത് കാർഷിക ഭൂമി കാർഷികേതര ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടില്ലെന്നുള്ളതാണ്. ഇപ്പോഴും പാലക്കാട് റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ ഉത്തരവിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, കാർഷിക ഭൂമി കാർഷികേതര ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെ ഉപയോഗിക്കാൻ വേണ്ടി തന്ന അപേക്ഷ നിരസിക്കുന്നു. അതിന്റെ അർത്ഥം ഈ നിർദ്ദിഷ്ട മദ്യ കമ്പനിയുടെ പ്രവർത്തനങ്ങളുമായിട്ട് ഇനി മുമ്പോട്ട് പോകാൻ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഈ 24 ഏക്കറിൽ OSS കമ്പനി 24 ഏക്കർ വാങ്ങുന്നു. അതിൽ 4 ഏക്കർ മാത്രമല്ല ഈ ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ടതാണ് എന്ന് പരാതി ഉണ്ടായിരുന്നത്. അതിൽ കൂടുതൽ സ്ഥലത്തേക്കും ഇത് ഈ തരത്തിൽ തന്നെ തിരിച്ചടി ഉണ്ടാകുമെന്നാണോ? ഇൻ പ്രിൻസിപ്പിൾ തത്വത്തിൽ കാർഷിക ഭൂമി കാർഷികേതര ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനെ നിരസിച്ചല്ലോ. ആ പ്രിൻസിപ്പിളാണ് അവിടെ പ്രധാനമായിട്ട് വരുന്നത്. ഇനി ഇതിൽ എന്ത് ബദൽ മാർഗം സർക്കാർ കാണും എന്നാണ്? അത് നിശ്ചയമില്ല. കാരണം 19-ാം തീയതി LDF യോഗം വിളിച്ചിട്ടുണ്ട്. ഗവൺമെന്റ് അന്ന് വിശദീകരിക്കുമായിരിക്കും. പ്രാദേശികമായിട്ടുള്ള ഒരു എതിർപ്പുണ്ടായിരുന്നു. പക്ഷേ അത്തരത്തിൽ പ്രദേശവാസികൾക്ക് ആശ്വസിക്കാവുന്ന തരത്തിലേക്കാണോ കാര്യങ്ങൾ ഇപ്പോൾ? അങ്ങനെയല്ല. ഇത് പുതിയ പ്രോജക്റ്റുകൾ വരുമ്പോൾ പഞ്ചായത്ത്, അവിടുത്തെ ഗ്രാമസഭ അതിനെല്ലാം വിശ്വാസത്തിലെടുത്തുകൊണ്ട് വേണമായിരുന്നല്ലോ മുമ്പോട്ട് പോകാൻ. ഇപ്പോൾ അത് കൂടാതെ തന്നെ ഔദ്യോഗിക സംവിധാനങ്ങളും ഈ പ്രോജക്റ്റിനെ എതിർത്ത് ആണല്ലോ ഈ ഉത്തരവ് വന്നിരിക്കുന്നത്. പിന്നെ എങ്ങനെയാണ് ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത്? RJD ഇത് വരുന്നതിന് പൂർണ്ണമായിട്ട് എതിർക്കുകയാണോ, ഇല്ലെങ്കിൽ മുന്നണി ചർച്ച ചെയ്തില്ല എന്നുള്ളത് മാത്രമാണോ പരാതി? ബേസിക്കായ ഇഷ്യൂ ഇതുപോലെയുള്ള പോളിസീസ് വരുമ്പോൾ മുന്നണിയിൽ തീർച്ചയായിട്ടും ചർച്ച ചെയ്യണമായിരുന്നു. എന്നാൽ അതോടൊപ്പം തന്നെ മുന്നണിയുടെ മാനിഫെസ്റ്റോ ആണ് എപ്പോഴും നമ്മുടെ റെഫറൻസ് എന്ന് പറയുന്നത്. മുന്നണിയുടെ മാനിഫെസ്റ്റോ എന്ന് പറയുന്നത് കേരളത്തിൽ ക്രമികമായി മദ്യവർജനം പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്. ആ ഫിലോസഫിക്ക് എതിരായിട്ടാണ് ഈ പ്രോജക്റ്റ് വന്നിരിക്കുന്നത്. അതുകൊണ്ടുകൂടാണ് ഞങ്ങൾക്കത് സ്വീകാര്യമല്ലാത്തത്. ശരി, നന്ദി. ശ്രീ വർഗീസ് ജോർജ് പ്രതികരിച്ചതിന് സെയ്ഫ് സൈലാദ്ദീൻ ചേരുന്നു. സെയ്ഫ്, വ്യക്തമാണല്ലോ വർഗീസ് ജോർജ് പറഞ്ഞത് അല്ലേ? അപ്പം സ്വാഭാവികമായിട്ടും നേരത്തെ ഉണ്ടായിരുന്ന മുന്നണിയുടെ കൂടിയാലോചനയിലുള്ള പരാതി മാത്രമല്ല RJDക്ക് ഇതിൽ നിന്ന് എന്നല്ലേ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്? അതെ, മുന്നണിയുടെ നയത്തിന് വിരുദ്ധമായിട്ടുള്ള തീരുമാനമുണ്ടായത് എന്നാണ് RJDയുടെ സെക്രട്ടറി ജനറലായ വർഗീസ് ജോർജ് പറയുന്നത്. സ്വാഭാവികമായിട്ടും ഒരു മുന്നണി യോഗത്തിൽ 19-ാം തീയതി മുന്നണി യോഗം നടക്കുമ്പോൾ ഇതേ നിലപാട് അദ്ദേഹം വളരെ ഷാർപ്പായിട്ടാണ് ആ നിലപാട് പറഞ്ഞത്, അവരുടെ പാർട്ടിയുടെ നിലപാട് പറഞ്ഞത്. ആ നിലപാട് കൃത്യമായി തന്നെ 19-ാം തീയതി യോഗം ചേരുമ്പോൾ അവർ വ്യക്തമാക്കുകയും ചെയ്യും. RJD മാത്രമായിരിക്കില്ല ഒരുപക്ഷെ അതിനകത്ത് എതിർപ്പ് രേഖപ്പെടുത്തുന്നത്, CPI കൂടി എതിർപ്പ് രേഖപ്പെടുത്താനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. കാരണം CPIയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് ആ തീരുമാനമെടുത്തതാണ്, രാഷ്ട്രീയമായ എതിർപ്പ് പങ്കുവെക്കണം എന്നുള്ള തീരുമാനമെടുത്തതാണ്. അങ്ങനെ തീരുമാനം പങ്കുവെക്കുമ്പോൾ മുഖ്യമന്ത്രി എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. 19-ാം തീയതി LDFനെ സംബന്ധിച്ചും വളരെ നിർണായകമാണ്. കാരണം CPIയുടെ മന്ത്രിമാരടങ്ങുന്ന മന്ത്രിസഭാ യോഗമാണ് ആ തീരുമാനമെടുത്തത്. പിന്നീട് എന്തുകൊണ്ട് നിങ്ങൾ അതിനെ എതിർക്കുന്നു എന്നുള്ള ചോദ്യമൊക്കെ മുഖ്യമന്ത്രി ഉന്നയിച്ചാൽ അതിന് മറുപടി പറയേണ്ട ബാധ്യതയിലേക്ക് ബിനോയ് വിശ്വം അടക്കമുള്ളവർ എത്തിച്ചേരും. അതുകൊണ്ട് LDFനെ സംബന്ധിച്ച് കൂടി നിർണായകം തന്നെയാണ് 19-ാം തീയതിയിലെ യോഗം. മറ്റേതെങ്കിലും ഘടകകക്ഷികൾ എതിർപ്പ് പ്രകടിപ്പിക്കാനുള്ള സാധ്യത കുറവാണ്. കാരണം ജനതാദൾ എസ് ഇതിനോടകം തന്നെ പദ്ധതിക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. MP രാജേഷ് പറഞ്ഞ കുടിവെള്ളക്ഷാമം ഉണ്ടാകില്ല എന്ന MP രാജേഷിൻ്റെ നിലപാട്, പാലക്കാട് നിന്നുള്ള മന്ത്രി, ചിറ്റൂരിൽ നിന്നുള്ള MLA ആയ K കൃഷ്ണൻകുട്ടി നൽകിയ ഉറപ്പ്, പാർട്ടിക്ക് നൽകിയ ഉറപ്പ്, ജലചൂഷണം ഉണ്ടാകില്ല എന്നുള്ള ഉറപ്പ്, അതെല്ലാം വിശ്വസിച്ച് പദ്ധതിക്ക് അനുകൂലമായ നിലപാട് ജനതാദൾ സ്വീകരിക്കുന്നുണ്ട്. CPIയും RJD മാത്രമായിരിക്കാം ഒരുപക്ഷേ LDF യോഗത്തിൽ അതിന് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് എതിർപ്പ് രേഖപ്പെടുത്താൻ പോകുന്നത് തന്നെയാണ്. ശരി.